my gosh, welcome back to our new video. Yay! നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ സോറി തെറ്റിപ്പോയി. ഞങ്ങളുടെ സ്വന്തം മാഗസംബിയിലാണ്. മാഗസംബി ആറ് സെർവർ ആണെന്ന് അറിയത്തില്ലെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. മല്ലു അരീന ഗെയിമറിന്റെ ആണ് മാഗസംബി. നിങ്ങൾക്ക് എല്ലാവർക്കും കയറണമെങ്കിൽ ഞാൻ മാഗസംബിയുടെ ഡിസ്കോഡ് ലിങ്ക് ഞാൻ അതിലയക്കാം. അതിലെ IP എടുത്ത് നിങ്ങൾ എല്ലാരും ജോയിൻ ആയി മാക്സിമം പവർ കാണിക്കുക. അത്രേ ഉള്ളൂ. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട്. പിന്നൊന്നും പറഞ്ഞ ഞാൻ ഇനി തൊട്ട് മാഗസംബിയുടെ വീഡിയോയും മറ്റേ ബെഡ്റോക്കിൽ ലെസ് പ്ലേയുടെ വീഡിയോ ആയിട്ട് ഒരുമിച്ചിടുന്നതായിരിക്കും. ഞാൻ ഇപ്പൊ കളിക്കുന്ന മോജോ ലോഞ്ചറിലാണ്. എന്റെ PC ഒന്നുമില്ല, നമ്മള് പാവം. അപ്പം ഇന്ന് എന്റെ ടീം ബേസും ടീമിന്റെ അടുത്തുള്ള ആൾക്കാരുടെ ഒക്കെ ഒരു വീടൊക്കെ കാണിച്ചു തരാം. ഓക്കെ, പിന്നെ നേരെ വീഡിയോയിലോട്ട് പോവാം. ഫസ്റ്റ് ഓഫ് ഓൾ, ഈ ഒരു വലിയ പടപണ്ടാരം ബിൽഡിംഗ് ആണ് ഞങ്ങളുടെ ടീം ബേസ്. നേരെ തുറന്ന് വലത് കാല് വെച്ച് കഥ വെച്ച് കേറുക. അങ്ങനെ ഇവിടെ നല്ല റെഡ് കാർപ്പറ്റ് ഇട്ട് ഓനു അതൊന്നും മൈൻഡ് ചെയ്യണ്ടെന്നേ. വെറുതെ ഫുൾ കംപ്ലീറ്റ് ആയില്ല, അതടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പൊട്ടി കിടപ്പുണ്ട്. അതിന്റെ കണ്ട ഇവിടെ കുറെ കാർപ്പറ്റ് ഇട്ട്. ഇത് നമ്മുടെ ടീം ലീഡറിന്റെ പട്ടിയാണെന്നാണ് തോന്നുന്നത്. ടീം ലീഡറിനെ ഞാൻ എന്തായാലും അടുത്ത വീഡിയോയിൽ ഇടിച്ചു കയറ്റിക്കൊണ്ടിരുന്നതായിരിക്കും. എന്നാ പട്ടി കഴിച്ച ടീമിലെ പട്ടിയാണല്ലോ ഞാൻ ഇതിനെപ്പോഴും രാവിലെ വന്ന് ഫുഡ് കൊടുക്കുന്നത്. ഇവിടെ വന്നാ നമുക്ക് ടീംസിന് മാത്രം തുറക്കാൻ പറ്റുന്ന നമുക്ക് ജസ്റ്റ് തുറക്കാം. ഓക്കെ, സോറി. ഇവിടെ ഒരു കമ്മ്യൂണിറ്റി ഒരു എൻചാൻഡിങ് ടേബിൾ സെറ്റപ്പ് ഉണ്ട്. താഴോട്ട് ഇറങ്ങുവാണ്. ട്രേഡിംഗ് ഹാൾ ആണ് ഉള്ളേ. തിരിച്ച് മണ്ടയ്ക്കോട്ട് കയറാൻ ബ്ലോക്ക് ഇല്ല, എന്നാലും പോട്ടെ, കാര്യമില്ല. ഇവിടെ ട്രേഡിംഗ് ഹാൾ ആട്ടോ ഉള്ളേ. ഇവിടെ ട്രേഡിംഗ് ഹാളിനുള്ള പ്ലാൻ ആ ചെയ്തത് കാണിച്ചു തരാം. അഡ്ജസ്റ്റ്മെന്റ് കണ്ടോ, ഇവന്മാരെയൊക്കെ ബ്രീഡ് ചെയ്യിപ്പിച്ചിട്ട് നമുക്ക് അങ്ങോട്ട് കൊണ്ടുപോകണം. ഇത് നമ്മൾ പിന്നെ സെറ്റ് ചെയ്യുന്നതായിരിക്കും. ഇവിടെ ഇങ്ങോട്ട് ഉണ്ട് സ്റ്റിക്ക് തോടോ. ഞാൻ ഇത്ര ഇതുണ്ടായിരുന്ന ഞാൻ അവിടെ ഇവിടോട്ട് വലിയ ബേസ് വലിയ പണിയായിരിക്കും, അറിയത്തില്ല. ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ട്, ലാഡർ ഉണ്ടാക്കി വെച്ചാലും വേണ്ട. ഇത് ഞാൻ അന്ന് വെച്ച അയൺ ബ്ലോക്ക് എന്റെ ബേസ്. നമുക്ക് ആദ്യമേ 2 അയൺ ബ്ലോക്ക് ഇങ്ങനെ നിങ്ങളെല്ലാം സബ് അടിക്കുക. നിങ്ങളെ ഓരോ സബും നമുക്ക് ഭയങ്കരമായിട്ട് ബലപ്പെട്ടതാണ്. എന്താ ബലപ്പെട്ടത്? എന്തുവാ ഗൈസ് പറയുന്നേ? തെറ്റുവാ ഗൈസ്. ചക്ക ഗൈസ്. ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കുമ്പോ ഒരു നല്ല ബേസ് ഉണ്ട്. ആ ബേസിലാണ് എന്റെ ഇപ്പോഴത്തെ കിടപ്പം. നല്ല നൈസ് ഒരു പീസ് അല്ലേ, മെഡിവൽ ഹൗസ്. കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്ക് വാതില് തുറന്നു പോകുമ്പോ വാതിലടിച്ചില്ല, ടീം ലീഡർ പുറത്താക്കും. ഗൈസ്, ഇത് നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട, നമുക്ക് ഒരാള് പണി തന്നെയാണ്. ടീമിൽ തന്നെയുള്ള ആൾക്കാര് പണി തന്നെയാണ്. ഇവിടെ നോക്കുവാണെങ്കിൽ ഇവിടെ ഇപ്പൊ കമ്മ്യൂണിറ്റി ഒരു സ്റ്റോറേജ് ഏരിയ ആയിരുന്നു. എന്നുവെച്ചാൽ കമ്മ്യൂണിറ്റി സ്റ്റോറേജ് ഏരിയ ആയിരുന്നു. ഈയിടെ ഞാനാണ് ഇവിടെ പോർട്ടൽ ഉണ്ടാക്കാൻ നോക്കി. അപ്പം വിൻസോ എന്ന് പറയുന്ന ഒരു ബ്രോ വന്ന് ഈ സ്ഥലം ക്ലെയിം ചെയ്ത് ഇവിടം തൊട്ട് ഇവിടം വരെ കാട്ട. പിന്നെ വേണ്ട ഈ ഒരു ബോക്സ് വരച്ചിട്ടേക്കുന്നുണ്ടോ, ഈ ഒരു ബോക്സ്, അതായത് ഇതും പിന്നെ അങ്ങോട്ടൊക്കെ വരച്ചിട്ടേക്കുന്നുണ്ടോ, കണ്ടോ? അവിടൊക്കെ വരച്ചിട്ടിട്ടുണ്ട്. അവിടോട്ടൊക്കെ പാത്ത് വേ സെറ്റ് ആക്കാനുള്ളയാ. ഇവിടാണ് എന്റെ ബേസ് വരുന്നത്. കണ്ടോ, ബേസ് റിസീവ്സ് ഒക്കെ വെച്ചിട്ടുണ്ട്. ശല്യപ്പെടുത്താനായിട്ട്
കുറെ ഇറങ്ങിയിരിക്കും. സോമ്പിയൊക്കെ അങ്ങോട്ട് കൊല്ലണം കണ്ടാ. സ്വിസ് ഗെയിമർ ബേസ് ഫുഡ് അടിക്കട്ടെ ഗൈസ്. ഞാൻ ചാകും ഗൈസ്. അപ്പം ഇവിടെ ആയിട്ടായിരിക്കും എന്റെ ബേസ് വരുന്ന. അടുത്ത എപ്പിസോഡിൽ ഞാൻ സെറ്റ് ചെയ്യുന്നതായിരിക്കും. പിന്നെ അതിന്റെ കുന്നിന്റെ മണ്ടയ്ക്ക് ഒരു വലിയ ബേസ് ഉണ്ട്, അതൊക്കെ നമ്മളെ കാണിച്ചു തരാം. ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു സർവറിൽ പണ്ടുണ്ടായിരുന്ന ബ്രോയുടെ ബേസ് ആയിരുന്നു. ഇപ്പൊ ഇത് താഴോട്ട് ഇവിടെ മൈനിങ് ഏരിയ ഉണ്ട്. ഇപ്പൊ ഇത് വിൻസോ എന്ന് പറയുന്നത് കണ്ടാ, ഇത് സൈഡിൽ നോക്കി കഴിഞ്ഞാൽ കാണാം. കണ്ട ഗൈസ്, ഈ വിൻസോ എന്ന് പറയുന്ന ബ്രോയാണ് ഈ വീടിപ്പോ യൂസ് ചെയ്യുന്നത്. അത് നമ്മുടെ ടീമിലുള്ളയാണ്. ഇവിടാണ് മൈനിങ് ഏരിയ കണ്ടോ കേട്ടിരിക്കുന്നത്. ഇവിടെ ഞാനൊരു സാധനം സെറ്റ് ആക്കി അവിടെ ആ ബ്രോ ക്ലെയിം ചെയ്തോണ്ട് നമുക്കിവിടെ ഞാൻ ഒരു ചെറിയ സ്റ്റോറേജ് സെറ്റാക്കി. മൈൻഡ് ചെയ്യണ്ട. പിന്നെ എനിക്ക് ഇവിടോട്ടൊരു വലിയ ബേസിന് ഞാൻ സെറ്റ് ചെയ്തേക്കുമായിരുന്നു. ഇവിടോട്ട് എന്തേലും ഐറ്റംസോ എന്തേലും കൊണ്ടുവരണം. ടീം ലീഡറിനോടൊക്കെ ചോദിച്ചിട്ട് ചെയ്യാം. ഇവിടെ എന്തായാലും ആവശ്യം വരും ഗൈസ്. ഇവിടൊക്കെ അതെ കോളൊക്കെ ഇരിപ്പുണ്ട്. എന്തായാലും ഇവിടേക്ക് ഇത്രയും ആവശ്യം വരും. പിന്നെ ഈ സ്റ്റോറേജ് ഇടിച്ചു പൊളിച്ച് വേണം അങ്ങോട്ട് വെക്കാനോ അങ്ങനെ വല്ല ആവശ്യം വരും. ഇത് കേവാ കേട്ടോ. ഈ കേവ് എനിക്ക് മൂടാൻ പറ്റത്തില്ല. ടീം ലീഡർ ആണ് എന്തുവാ അവിടെ ആ സ്ഥലം ക്ലെയിം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇത്ര അകത്തോട്ട് വെച്ചില്ല. ഇവിടുന്ന് തൊട്ട് ഇങ്ങനെ വെച്ചേനെ. ഞാൻ താഴോട്ട് മൈനിങ് ഏരിയ കേട്ടോ. ഇന്ന് താഴെ ലീഡ് ലൈറ്റ് ലെവൽ വരെ ഉണ്ട്. പിന്നെ അതുകൊണ്ടല്ല ഊട്ടയിൽ കൂടെ മോബ്സും ഒക്കെ ഇറങ്ങി വരും. ഇനി ഇവിടെ ഇച്ചിരി സ്റ്റെയർ വെക്കണം. അപ്പം അതൊക്കെയാണ് പണി. ഇതാണ് അപ്പൊ നമ്മളെ മൈനിങ് ഏരിയ. ഇനി ഇവിടെ ഒരു വില്ലേജ് ഉണ്ടായിരുന്നു, ഇതെല്ലാരും കൂടെ നശിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ വർക്കാവാത്ത കുറെ ഫാംസ് എന്ന് ഞാൻ പറയത്തില്ല, വർക്കാവും. ഇവിടെ ഉണ്ട് ഫാം. ഇതിന്റെ എന്ന് വെച്ചാൽ ടീം ബേസിന്റെ പുറത്ത് ഞാൻ കാണിച്ചില്ല, അവിടെ ഉണ്ട് ഒരു ഫാം. പിന്നെ അതുകൊണ്ടല്ല അവിടെ ആയിട്ട് ഭയങ്കര ഒരു ലാൻഡ് ഉണ്ട്. ആ ലാൻഡ് മൊത്തം ഒരു ബ്രോഡയാണ് വൈസ്. പക്ഷെ അബ്രോ നല്ല വൃത്തിക്ക് ചെയ്തിട്ടുണ്ട്. നമുക്കിപ്പം അവിടെ ഒന്നും ഇല്ല ഗൈസ്. അതൊക്കെ ചുമ്മാ പണിതിട്ടേക്കുന്നതാണ്, വേസ്റ്റാ. അവിടെ ഇപ്പൊ ഒന്നുമില്ല. പിന്നെ ഇവിടെ ആയിട്ട് ഒരു ക്യൂട്ടി തോണ്ടുണ്ട്. ഇതിനകത്ത് എന്റെ ഐറ്റംസ് ഒക്കെ ഇരിപ്പുണ്ട് ഗൈസ്. ഇതിലേക്കൂടെ ഇത്രയും നല്ല എൻട്രൻസ് ഉണ്ടായിട്ട് കുത്തിക്കയറ്റി ഞാൻ എന്തിനാണ് അതിലേക്കൂടെ പോകുന്നത്? ഇങ്ങോട്ട് കയറി വരുമ്പോ നിങ്ങക്ക് കണ്ടോ, ഇത് നമ്മുടെ ടീമിലുള്ള ഒരു ബ്രോഡ് ഒരു പ്രൊജക്റ്റ് ആണ് ഗൈസ് ഇത്. പിന്നെ ഇത് വില്ലേജർ ബ്രീഡർ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതെ. പക്ഷെ ഇതിനകത്ത് ഇപ്പൊ വില്ലേജേഴ്സിനെ ഒന്നും കാണുന്നില്ല. ഇവിടെ പോയിട്ട് നമുക്ക് നമ്മുടെ ടീമിന്റെ ബീക്കൺ സെറ്റ് ആക്കണം. എന്റെ ബീക്കൺ ഉണ്ട്. പക്ഷെ നമുക്ക് ബീക്കൺ അടി വെക്കാനുള്ള ഐറ്റംസ് ആയിട്ടില്ല. ഫുള്ള് എമറാൾഡ് ആക്കണമെന്നാണ് പ്ലാൻ. ഇതിലൊരു പൂട്ടിയിട്ടേ പൂട്ടിയിട്ടേക്കുന്നു. വീഡിയോയിൽ കാണിക്കുന്നു. പെർമിഷൻ ഇല്ല നിങ്ങൾക്ക് പൊട്ടിക്കൊണ്ടൊക്കെ കണ്ടേ. അവിടെ പ്രതിഭയൊക്കെ ഇവിടെ വലിയ ആയിട്ടുണ്ട്. അങ്ങോട്ട് കയറിപ്പോയി കാണിക്കണോ നിങ്ങളെ? ഇവിടെ ആയിട്ട് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വീണ ചത്ത. പിന്നെ ഇതിനകത്ത് CCTV വർക്ക് ആവുന്നുണ്ട്. ഏഞ്ചൽ ചെസ്റ്റ് ഉണ്ട്. ഇതിന്റെ സീനുണ്ട്. ഇവിടെ വില്ലേജർ ബ്രീഡർ ഉണ്ട്. ഇവിടോട്ട് കയറി കാണിക്കണം. കാണിക്കാതെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയാണ്. ഇവിടെ ആയിട്ട് നൈസ് പാലം. ഇതൊന്നും മൈൻഡ് ചെയ്യണ്ട. ഫുള്ള് കംപ്ലീറ്റ് ആയിട്ടില്ലേ. ഇവിടുന്ന് സ്റ്റെയർ ഉണ്ട്. പക്ഷെ ഇവിടുന്ന് ഇങ്ങനെ സുഖത്തിൽ കേറാൻ പറ്റും. മൈൻഡ് ചെയ്യണ്ട നിങ്ങള്. ഒന്നും സെറ്റ് ആയിട്ടില്ല. പോയി കൊറേ പൊക്കത്തി കയറണം. ഒന്നും സെറ്റ് ആയിട്ടില്ല. കണ്ടോ ഇവിടെ മൊത്തം കണ്ടോ?
മിക്കവാറും ഇവിടെ കിടിലും ബേസ് ആയിരിക്കും വരുന്നേ. ഇറ്റ്സ് മീ മൂൾ. ഈഗിൾ എന്ന് പറഞ്ഞ ബ്രോഡ് ബേസ് ആട്ടോ. അയ്യോ കുത്തിയിരുന്ന് വളരെയായിരിക്കും. എന്റെ ക്ലച്ച് നിങ്ങൾക്ക് കാണും. ആ ഈ സാഹചര്യത്തിൽ നമുക്ക് ACTP വർക്കാവും. ഇതാണ് ഞാൻ പറഞ്ഞ ബേസ് കണ്ട. അവിടെയാണ് ഷുഗർ കെയിൻ ഫാം ഉണ്ട്. അത് നല്ല എഫിഷ്യന്റാ. ഇപ്പൊ ഞാൻ ഈ വീട്ടിലാണ് പൊറുതി. വീട്ടിലാണ്. ഈ വീട്ടിൽ ആരുമില്ല. അതുകൊണ്ട് നമുക്ക് ഇവിടെ കിടന്നുറങ്ങിയിട്ട് ഇവിടെ കിടന്നുറങ്ങണ്ട. ACTP അടിക്കട്ടെ. നമ്മൾ /ACTP അടിച്ചാൽ നമ്മുടെ ജസ്റ്റിന്റെ തൊട്ടെത്തും. നമുക്ക് നമ്മുടെ ഐറ്റംസ് അതേപോലെ കിട്ടും. ഇനി നമുക്ക് കിടന്നുറങ്ങണം. ഇവിടെ അല്ലായിരുന്ന വീട്. ഞാൻ ഇവിടുന്ന് അടിച്ചാൽ ക്രീപ്പർ പൊട്ടിയാലൊന്നും ഒരു പ്രശ്നമില്ല. കാരണം ഇതാരും ക്ലെയിം ചെയ്തിട്ടില്ല. കണ്ട അവിടായിട്ട് എനിക്ക് ബേസ് ഉണ്ടാക്കാനായിരുന്നു പ്ലാൻ. പക്ഷേ എന്റെ സ്നേഹമുള്ള ടീം ലീഡർ പറഞ്ഞു കുഴപ്പമില്ലടാ നീ ഫ്രണ്ടിൽ തന്നെ ബേസ് പണിതോളാൻ പറഞ്ഞു. പിന്നെ ഇത് കണ്ട ക്രഷർ വലിയ പഴം. ഇതെന്തുവാ ACTP? എന്ത് ചെയ്യാൻ പറ്റും? പോയി. പക്ഷെ എനിക്ക് ഇതിന്റെ അടിയിലോട്ട് ഇറങ്ങണമെന്നുണ്ട്. പക്ഷെ അയ്യോ എടാ ജോൺ ബാപ്സിന്റെ പെർമിഷൻ വേണം. ഈ സാഹചര്യത്തിലാണ് നമ്മൾ /team home എന്നടിച്ചാൽ നമ്മുടെ വീടിന്റെ വാതിക്കലെത്താം. മൈനിങ് ഏരിയ. പിന്നെ നമുക്കിനി അവിടോട്ടും കൂടെ കയറി കാണിച്ചാൽ നമ്മുടെ ഇവിടുത്തെ ബേസ് ഒക്കെ തീർന്നു ഗൈസ്. പിന്നെ നമ്മുടെ ടീം ലീഡറിന്റെ സ്റ്റോറേജ് ഉണ്ടാവും. പിന്നെ എനിക്ക് എന്തിനാന്നറിയത്തില്ല, എല്ലാവർക്കും ഉണ്ട് ഒരു വൂൾ ഫാം. എല്ലാവർക്കും ഉണ്ട് വൂൾ ഫാം. എന്തുകൊണ്ടാണ് എനിക്കൊരു പിടിയും കിട്ടുന്നില്ല ഗൈസ്. ഇവിടെ ആയിട്ട് ആരണ്ടറയാ. ഇത് നമ്മുടെ ജോയ് ബോയ് എന്ന് പറഞ്ഞ ആരും ആണ്. നമുക്കിനി അവിടോട്ട് കയറി പോകാം. അപ്പൊ നിങ്ങൾ സബ്സ്ക്രൈബ് അടിച്ചാൽ അതുകൊണ്ട് ആ പുറകെ നിൽക്കുന്നമാര് ഡിസപ്പിയർ ആവും. സബ്സ്ക്രൈബ് അടിക്കാൻ ഫ്രണ്ടിന് വന്നാണ് പിന്നെ കൊല്ലും ഞാൻ. എനിക്ക് ദേഷ്യം വരും. ഒരു മിനിറ്റ്, എന്നോടൊന്നും തോന്നല്ലേ ബ്രോ. കൈ കയറുന്നില്ല. ഇത്രയും സമയം /ACTP. ഇത് ഭയങ്കര പാടാ കേട്ടാ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ജാവ കളിക്കണമെങ്കിൽ നിങ്ങള് പ്ലേ സ്റ്റോറിൽ പോവുക. എന്നിട്ട് നമ്മുടെ കൂടെ സർവറിൽ കയറി ചിലപ്പോ ബെഡ്റോക്കിലാണ് ചില സമയത്ത് പറ്റത്തില്ല. കാരണം എന്തോ പെർമിഷൻ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ബെഡ്റോക്കിൽ അതിനായിട്ട് എന്തോ പെർമിഷൻ ഉണ്ട്. അപ്പം നിങ്ങൾക്ക് ബെഡ്റോക്ക് ഈ സർവറിൽ ചിലപ്പോ കളിക്കാൻ പറ്റത്തില്ല. ഈ സർവറിലല്ല, എല്ലാ സർവറിലും. അപ്പൊ നിങ്ങളാണ് എന്തോ ചെയ്യണം, നിങ്ങളാണ് പ്ലേ സ്റ്റോറിൽ പോയിട്ട് MJ ലോഞ്ചർ അടിച്ചു കഴിഞ്ഞാൽ ഒരു സംഭവം കിട്ടും. ഇതെന്റെ ഏകദേശം ഈ ഒരു ഐക്കൺ. ആ ഐക്കണാണ് ഈ ആപ്പിന്റെ ഇത്. അപ്പം നിങ്ങൾ ഇത് ഒന്ന് അടിക്കുവാണ്, നിങ്ങൾക്ക് ബാക്കി എല്ലാവർക്കും അറിയായിരിക്കും. ഇനി അറിയാത്തവർക്ക് പറയുന്നതാണ്. ഇതൊന്ന് അടിക്കുവാണ്, ഇത് ഡൗൺലോഡ് ചെയ്ത് സാധാരണ ചെയ്യുന്ന പോലെ ലോഗിൻ ഒക്കെ ചെയ്തിട്ട്
ലോഗിൻ ചെയ്തിട്ട് നമ്മള് ആ, 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 നമ്മള് ലോഗിൻ ചെയ്തിട്ട് എന്താ പേരൊക്കെ കൊടുത്ത് പിന്നെ ലോക്കൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് അതിനുശേഷം എന്താ നമ്മള് ലോക്കൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്ക് നിങ്ങളുടെ സാധാ മൈൻക്രാഫ്റ്റ് ജാവ കളിക്കുന്ന കൂട്ട് PC കളിക്കുന്ന പോലെ വേണമെങ്കിൽ മൗസ് ഉപയോഗിച്ചും കളിക്കാം. നമുക്ക് കൺട്രോൾ ഉപയോഗിച്ചും കളിക്കാം. ഞാൻ ഇപ്പൊ കൺട്രോൾ ഉപയോഗിച്ചാണ് കളിക്കുന്നത്. അത് ഞാനാണ് ഒപ്പാസിറ്റി കുറച്ച് വെച്ചേക്കുന്നോണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ലായിരിക്കും. ജസ്റ്റ് നോക്കിയാൽ കാണാം ഗൈസ്. അപ്പം എന്താ നിങ്ങൾ അതിലൂടെ IP ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങളാണ് കേറുക, ഡൗൺലോഡ് ചെയ്യുക, മാസാക്കുക. പിന്നെ ടീമിൽ കയറാനുള്ളവര് ഞാൻ എപ്പോഴേലും ഓൺലൈനിൽ കയറുമ്പം നിങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് സൗജന്യമായിട്ട് നമ്മുടെ ടീം കയറാം. ഓക്കെ, ഡിസ്കൗണ്ട് ലിങ്ക് ഞാൻ കൊടുത്തേക്കാം. പിന്നെ നമ്മുടെ മല്ലുവാരിനെ ഗെയിമറിനെ നിങ്ങൾക്ക് അറിയായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പൊ ഇതേണ്ട ഇത് നമ്മുടെ ഈഗിൾ ബ്രോയുടെ അടുത്ത ബേസ്. പുള്ളിക്കാരൻ രണ്ട് ബേസ് ഉണ്ട്. ഈ ബേസിന്റെ ലുക്ക് നൈസ് കേട്ടോ. ഇത് ഞാൻ തുറന്നിട്ടയ ഈഗിൾ ബ്രോ ഒക്കെ ഇപ്പൊ കേറുന്നില്ല. ഇപ്പൊ നിങ്ങൾ കണ്ടല്ലോ, ഇവിടെ ഒരു സ്റ്റോറേജ് ഉണ്ട്, ഇവിടെ ആൻവില്ലുണ്ട്, ബെഡുണ്ട്, മണ്ടയ്ക്കുണ്ട് പുള്ളിക്കാരന്റെ ബെഡ്റൂം. പുള്ളിക്കാരന്റെ വേലക്കാരിക്ക് കിടക്കാനായിരിക്കും. ഇവിടെ പുള്ളി തോണ്ടല്ല, അവിടെ പുള്ളിക്കാരന്റെ ബെഡ്, ഇവിടെ കുറച്ച് ഫാർമേഴ്സ് തോണ്ടല്ല, അവിടെ മറ്റേ സ്മിത്തിങ് ടേബിൾ എന്നല്ലേ പറയുന്നേ, ഇതിനെന്തുവാ പറയുന്നത്, സ്മിത്തിങ് ടേബിൾ എന്നോ? അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു ഗൈസ്. അപ്പം നിങ്ങൾക്ക് കയറാൻ താല്പര്യമുണ്ട്, ഇതുപോലെ ഞാൻ പറഞ്ഞ പോലെ മൊബൈൽ പ്ലേയേഴ്സ് ആണ് ഇങ്ങനെ ചെയ്യുക. ജാവയ്ക്ക് IP അടിച്ച് നേരെ കയറാൻ PC ഉണ്ടെങ്കിൽ, മൊബൈൽ പ്ലേയേഴ്സ് ആണ് ഇങ്ങനെ കയറുക. ബാക്കിയെല്ലാം നിങ്ങൾ യൂട്യൂബ് ഒക്കെ നോക്കി പഠിക്കുക. എനിക്ക് ഇത്രയൊക്കെ പറയുള്ളൂ. അപ്പം അടുത്ത നമ്മുടെ ലെസ് പ്ലേയുടെ വീഡിയോ ആയിരിക്കും വരുന്നത്. അത് ഞാൻ ഞായറാഴ്ചയൊക്കെ ആകുമ്പോഴത്തേക്കിനും അവധി കിട്ടുന്ന ദിവസങ്ങളിൽ ഞാൻ ഇടുന്നതായിരിക്കും. അതായത് ശനിയാഴ്ച മാക്സിമം നോക്കാം, ശനിയാഴ്ച സെറ്റ് ആക്കാൻ നോക്കാം. അപ്പം എല്ലാവർക്കും ടാറ്റ ബൈ.